ഹലോ ഓൾ, റിയാസാണ്. സോ നമ്മുടെ നീറ്റ് എക്സാമിന് ഇനി വെറും 10ഓളം ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ലാസ്റ്റ് 10 ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ബേസിക്കലി നമ്മൾ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അവസാനത്തെ ദിവസങ്ങൾ നമ്മൾ എപ്പോഴും റിവിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ പഠിക്കാത്ത ടോപ്പിക്സോ അല്ലെങ്കിൽ പഠിക്കാത്ത ചാപ്റ്റേഴ്സോ ഇനി നോക്കാൻ നിൽക്കാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഓരോ സബ്ജക്ട്സിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും നമ്മൾ പഠിച്ച ഇക്വേഷൻസും കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യാം. അതുപോലെ എല്ലാ ഇക്വേഷനും അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. അങ്ങനെ പെട്ടെന്ന് ഓരോ ചാപ്റ്ററും റൗണ്ട് അടിച്ച് പോകുന്ന രീതിയിൽ നമ്മൾ റിവിഷൻ ചെയ്യണം. അതുപോലെ ബയോളജി ആണെങ്കിൽ NCERT ക്വിക്കായിട്ട് റീഡ് ചെയ്യാം. ലാസ്റ്റ് 2 to 3 ഡേയ്സിലൊക്കെ ബയോളജി NCERT കംപ്ലീറ്റ് വായിച്ചത് ഞാൻ ഇതേ സമയത്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് 2 ദിവസത്തിൻ്റെ ഫുൾ വായിക്കുമ്പോൾ ആ ഒരു മെമ്മറി വെച്ചിട്ട് നമുക്ക് ബയോളജി മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് 10 ഡേയ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കോൺഫിഡൻസ് പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇത്രയും ദിവസം അതല്ലെങ്കിൽ ചിലർ 1 വർഷമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്കറിയാം. ഓരോ ചാപ്റ്റേഴ്സിലും ഒരുപാട് കണ്ടന്റ്സും ഒരുപാട് കൺസെപ്റ്റ്സും നമുക്കറിയാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നീറ്റ് എക്സാമിന് വരുള്ളൂ. നമ്മൾ പഠിച്ചതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നീറ്റ് എക്സാം നല്ല എനർജറ്റിക് ആയിട്ട് എഴുതി നല്ല റിസൾട്ട് വാങ്ങിക്കാൻ പറ്റും. സോ ആരും കോൺഫിഡൻസ് വിടാതിരിക്കുക. എക്സാം പോയി എഴുതാനുള്ള ധൈര്യം എല്ലാവരും കാണിക്കുക. എക്സാം എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണോ നമ്മൾ എഴുതുന്നത് ആ രീതിയിലാണ് നമ്മുടെ തോട്ട് പ്രോസസ്സും അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനുള്ള സ്കില്ലും ആ ദിവസം നമുക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ അതേ എനർജിയോടുകൂടെ എക്സാം എഴുതാൻ പോവുക. മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ചിലപ്പോൾ എക്സാം ഡേയ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറേ ടെൻഷൻസ് ഒരു പ്രീ പ്ലാനിങ് ഇല്ലാത്തത് കാരണം ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സെൻറ്റർ എവിടെയാണെന്ന് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക, അതല്ലെങ്കിൽ നമ്മുടെ ഡ്രസ് കോഡ് കാര്യങ്ങളുമായിട്ട് കൺഫ്യൂഷൻസ് വരാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് എക്സാമിൻ്റെ പ്രയറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ എക്സാം സെൻറ്റർ ഉള്ളത് അത് ആദ്യം മനസ്സിലാക്കി അങ്ങോട്ട് എങ്ങനെ പോകാൻ പറ്റും, അതല്ലെങ്കിൽ ഏത് സമയത്ത് അവിടെ എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാതെ നമ്മൾ ശ്രദ്ധയില്ലാതെ പോയി കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഉണ്ടാക്കുകയും അന്നത്തെ എക്സാംസിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ എക്സാമിന് ഡ്രസ് കോഡ്. അതായത് കറക്റ്റ് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അത് അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല, പക്ഷെ ചില എക്സാം സെന്റേഴ്സിൽ സ്ട്രിക്റ്റ് ആവാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ആ രീതിയിലുള്ള ഡ്രസ് കോഡും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നീറ്റ് എക്സാം എഴുതാൻ പോയ സമയത്ത് എനിക്ക് അസുഖമായിരുന്നു. കാരണം ഞാൻ പനി പിടിച്ചിട്ടാണ് എക്സാമിന് പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലും എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയത് അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, 1 വർഷം നീറ്റിന് വേണ്ടി അത്രയും എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോയതുകൊണ്ടാണ് അങ്ങനെ അസുഖം വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത്. സോ അന്ന് എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ എക്സാമിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പറ്റും. ആ ഒരു കോൺഫിഡൻസിൽ വേണം എല്ലാവരും പോകാൻ. ഈ ഒരു സമയത്ത് എല്ലാവർക്കും നീറ്റ് എക്സാം എഴുതുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവും. അത് എനിക്കാണെങ്കിലും എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള ഫ്രണ്ട്സിനാണെങ്കിലും മറ്റു ഞാൻ മെൻറ്റർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷേ ഈ നീറ്റ് ക്രാക്ക് ചെയ്ത ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ആ ടെൻഷനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് ഇല്ലാത്ത സ്ട്രെസ്സ് ഉണ്ടാക്കാതെ നമ്മൾ ആ ഒരു എന്താ പറയുക എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൽഡ് ടെൻഷൻ മാത്രം കീപ്പ് ചെയ്തിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാം മാത്രമാണ് നീറ്റ്. ഞാനിപ്പോൾ CMCയിൽ 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അടുത്തൊരു ബാച്ച് വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവിടെ കാണാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനിരിക്കുന്നത്. അതിന് സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു.